ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്ത വനിതാ ടിടിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയ യാത്രക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട ചെന്നൈ മെയിൽ കൊല്ലം സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് സംഭവം നടന്നത്. പ്രതി ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തിരുന്നത്. പരാതിയെ തുടർന്ന് ടിടി എത്തി ചോദ്യം ചെയ്തതോടെയാണ് കയ്യേറ്റമുണ്ടായത്. കമ്പാർട്ട്മെന്റിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറാകാതിരുന്ന യാത്രക്കാരൻ വനിതാ ടിടിയുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. ടിടിയുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താനും ഇയാൾ ശ്രമിച്ചു. തുടർന്ന് കായംകുളത്ത് വെച്ച് RPF എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ടിടിയെ അന്യസംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം കൂടിയാണ് ഇത്. ടിടിയായ വിനോദ് ഖണ്ണനാണ് ഈ മാസം ആദ്യം തൃശ്ശൂരിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. മുളങ്കുന്നത്തുകാവ് സ്റ്റേഷന് സമീപം വെളപ്പായയിൽ വെച്ചാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ രജനീകാന്ത ടിടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. 22/6/43 എറണാകുളം പട്ന സൂപ്പർ ഫാസ്റ്റിൽ 11 കോച്ചിൽ രാത്രി 7 മണിയോടെയാണ് സംഭവമുണ്ടായത്. ടിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പ്രതി ടിടിയെ പുറത്തേക്ക് തള്ളുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സംഭവം നടന്നതറിയാതെ ട്രെയിൻ മുന്നോട്ട് പോയി. ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ അറിയിച്ചതിനനുസരിച്ച് മറ്റു ടിടിമാരെത്തി പ്രതിയെ തടഞ്ഞുവെച്ചു. പിന്നീട് പാലക്കാട് റെയിൽവേ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. സംഭവശേഷം ഇയാൾ മറ്റു യാത്രക്കാരോടും തട്ടിക്കയറിയിരുന്നു. സമാനമായ സംഭവം ഈ മാസം 5-ാം തീയതി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിടിക്ക് നേരെയും സംഭവിച്ചു. 55 വയസ്സുള്ളയാളാണ് ആക്രമണം നടത്തിയതെന്നാണ് FIRൽ പറയുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളം പൂക്കോട്ടുപടി പടയാട്ടിൽ ഹൗസിൽ ജെയ്സൺ തോമസിനെയാണ് ഭിക്ഷാടകനെന്ന് തോന്നിക്കുന്നയാൾ ആക്രമിച്ചത്. ഇടതു കണ്ണിന് താഴെ പരിക്കേറ്റ ജെയ്സൺ ചികിത്സയിലായിരുന്നു. ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് യാത്രക്കാരുടെ ടിക്കറ്റ് പരിശോധിക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത്. ടിക്കറ്റ് ചോദിച്ചപ്പോൾ പ്രതി മറുപടി നൽകാതെ പാൻട്രി കോച്ചിലേക്ക് കയറി. കമ്പാർട്ട്മെന്റിലൂടെ മുന്നോട്ട് നടന്ന ഇയാളെ ജേസൺ പിന്തുടർന്നു. ട്രെയിൻ പുറപ്പെടാൻ സമയമായെന്നും ഉടൻ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടു. ഇതു കേട്ട് ക്ഷുഭിതനായ അക്രമി ജേസന്റെ പാൻസിൽ കാർക്കിച്ചു തുപ്പി. മുഷ്ടി ചുരുട്ടി ഇടിക്കാനും ശ്രമിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.